മൂന്നാമത്തെ സിനിമയിലെത്തുമ്പോൾ എനിക്ക് മിഴി എന്ന പേരായിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ 4 പ്രൊഡ്യൂസേഴ്സാണുള്ളത്. ആ 4 പ്രൊഡ്യൂസേഴ്സിനെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോയി ആ സിനിമ വിജയിപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. 4 പ്രദേശത്തുള്ള വ്യക്തികളാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് VM ബിനു ഒരിക്കൽ പറഞ്ഞു, ഒരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ തന്നെ കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ 4 ആളെ അദ്ദേഹം ഓപ്പണായി പറഞ്ഞതാണ് എൻ്റെ ഏതൊരു പാട്ട് റിലീസിങ് ഏതോ സമയത്ത്, എങ്ങനെ നിനക്ക് പറ്റുന്നു എന്നുള്ളത്. അപ്പം നമ്മളായിട്ടൊരു പ്രശ്നത്തിന് എവിടേക്കും പോകുന്നില്ല, അതുകൊണ്ട് സുഖമായിട്ട് കൊണ്ടുപോകാം. എത്ര എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവമുള്ളവരെയും നമുക്ക് ഏകീകരിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ഒരുപക്ഷെ ഒരു അധ്യാപകൻ കൂടെ എനിക്കത് പറ്റുന്നതായിരിക്കാം, എനിക്കറിയില്ല. അതൊരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കഴിഞ്ഞ് അതിൻ്റെ ഒരാളുമായിട്ട് തെറ്റിപ്പിരിയുക, അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല. അപൂർവമായിട്ട് ചിലരുമായിട്ട് നമുക്കൊരിക്കലും പറ്റാത്ത ചില സംസ്കാരങ്ങൾ കാണുമ്പോൾ നമ്മൾ അയാളെ ഒഴിവാക്കും, തെറ്റാനൊന്നും പോവില്ല. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ മാമുക്കോയ, റിസബാവ ഒന്നും ഇല്ല, സോമേട്ടനൊന്നും ഇല്ല, എങ്കിലും ഈ അവസാന വർക്ക് വരെ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നുള്ള ശശിനാസിലുള്ള വ്യക്തികൾ തന്നെയാണ് പൂനിലാവിലുള്ളത്, പൂനിലാവിലുള്ളവർ തന്നെയാണ് പിന്നെ മിഴിയിലുള്ളവർ തന്നെയാണ് മാധവീയത്തിലുള്ളത്. അപ്പം അന്നുള്ള നായികയായിരുന്നു ഗീതാ വിജയൻ. മാധവീയത്തിൽ അവർ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിച്ചു. സോമേട്ടൻ ഇല്ലാത്തത് കൊണ്ട് സോമേട്ടൻ്റെ റോള് ബാബു നമ്പൂതിരിക്ക് കൊടുത്തു. അങ്ങനെ ഒരു മാറ്റം വരുത്തും എന്നല്ലാതെ നമ്മളുള്ള വ്യക്തികളെ ഒന്നും ഒരിക്കലും മാറ്റാറില്ല. അവർക്ക് പറ്റിയ കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കും. ഇപ്പം ശശിനാസിലെ നായകൻ മിഴിയിലെത്തിയ സമയത്ത് വില്ലനായി മാറി, അശോകൻ അതിൽ വില്ലനാണ്. അങ്ങനെയുള്ള ചെറിയൊരു ഷഫലിംഗ് നടക്കുന്നു എന്നല്ലാതെ ഒരിക്കലും മാറ്റം വരുന്നില്ല. പിന്നെ ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾ എഴുതുന്നുണ്ട്. എൻ്റെ ആദ്യ ചെറുകഥാ സമാഹാരം പുറത്തിറങ്ങി, ഒടിയൻ സിനിമ ഇറങ്ങുന്നതിൻ്റെ ഒരു 8 വർഷം മുന്നെയാണ് ഈ കഥ ഇറങ്ങുന്നത്. ഒടിയന് ശേഷവും കുറേ കഥകൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതാറുണ്ട്. കഥകളും കൂടുതലും കഥകളാണ്, പിന്നെ ലേഖനങ്ങളും കുറച്ചൊക്കെ കവിതകളും. അപ്പോൾ ഈ മേഖലയെല്ലാം എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ കഥയാണ് എഴുതുന്നതെങ്കിൽ ആ കഥയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം മറ്റൊന്ന്. എൻ്റെ ചില സുഹൃത്തുക്കൾ ഒരു സിനിമയുടെ വർക്ക് പകുതിയാക്കിയിട്ട് അടുത്ത സിനിമയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ വ്യവസായം തകരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നമ്മൾ അല്ലെങ്കിൽ ഒരു ചെറിയ ബഡ്ജറ്റിൻ്റെ ഒരു സിനിമ ഏറ്റെടുത്തു, അത് വർക്ക് തുടങ്ങാൻ കാലത്തായിരിക്കും ഒരു ബിഗ് ബഡ്ജറ്റ് സാധനം വരുന്നത്. ചില ഡയറക്ടേഴ്സ് ഈ ചെറുത് മാറ്റി വെച്ചിട്ട് വലുതിലേക്ക് ഓടും. ഒരു സിനിമയുടെ ആയാലും എന്തിലായാലും നമ്മൾ ചെയ്യുന്ന വർക്കിനോട് ആത്മാർത്ഥത വേണം, ഒരു സത്യസന്ധത വേണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അന്നത്തെ പ്രൊഡ്യൂസേഴ്സ് ഇന്നും ഞാനൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആദ്യ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് അടക്കം എൻ്റെ സ്വിച്ച് ഓണിന് വരും. അത് പലർക്കും അത്ഭുതമായിട്ട് എന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, സിനിമാ മേഖലയിലുള്ളത്, എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പോകുന്നത്? കാരണം നമ്മളാരെയും ഞാൻ സിനിമയിൽ പണം തൊടാറില്ല. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന ആൾക്ക് അവർ കൊടുക്കുന്നു, വൗച്ചർ വാങ്ങുന്നു. അങ്ങനെയൊക്കെ ഒരു സത്യസന്ധത, ഒരു നേര് പുലർത്തിയാൽ നമുക്കൊരിക്കലും ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്നത്തെ സിനിമയിലൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമയുടെ പ്രൊഡ്യൂസറോട് ഡയറക്ടർ പറയുന്ന എമൗണ്ട്, ആ എമൗണ്ടിന് ഇപ്പം മാധവീയൻ നമ്മളൊരു എമൗണ്ട് പറഞ്ഞു, ആ എമൗണ്ടിന് തീർക്കാം ഇന്ന ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട്. വളരെ ചെറിയ ബഡ്ജറ്റിൽ എടുത്തൊരു സിനിമയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ശശിനാസ് 9 ലക്ഷം രൂപയാണ് ചിലവായത് അന്നത്തെ. കാരണം അത് 1993 വർക്ക് തുടങ്ങുന്നത്. ആ സമയത്ത് 9 ലക്ഷം കൊണ്ടൊരു സിനിമ എടുക്കാറിനാൽ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഈ വീട്ടിലിരുന്നിട്ട്, കഥ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, അല്ലാതെ ഒരു സിനിമ തുടങ്ങാൻ പോകുന്ന ഡിസ്കഷൻ 3 മാസം ഫേമസ് ആയുള്ള ഒരു ഹോട്ടലിൽ, അതിൽ നമുക്ക് വേണ്ടാത്ത മനുഷ്യനെ ഉപദ്രവിക്കുന്ന കുറേ വസ്തുക്കൾ, പേര് ഞാൻ പറയുന്നില്ല, അതെല്ലാമായിട്ട് ദൂർത്തടിച്ചുകൊണ്ട് മറ്റൊരുത്തൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശാണ് എന്നുള്ള ഓർമ്മയില്ലാതെ, അതുപോലെ തന്നെ വീട്ടിലെ വൈഫിൻ്റെ ഡ്രസ്സ്, മറ്റുള്ള കാര്യങ്ങൾ, കുട്ടിയുടെ പുസ്തകങ്ങൾ ഒക്കെ പ്രൊഡ്യൂസറെ കയ്യിൽ നിന്നും വാങ്ങുന്നവരെ ഞാൻ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. നേരിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട്. അതൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള പൈസ വാങ്ങുക, നമ്മൾക്ക് വേണ്ട എക്സ്ട്രാ സാധനങ്ങളെല്ലാം നമ്മളുടെ അധ്വാനിച്ച് വേറെ ഉണ്ടാക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഇന്നും സിനിമ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് വരെ ചെയ്ത 4 സിനിമകൾക്കും പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞ പണത്തിൽ നിന്നും ഒരു പൈസ പോലും കൂടിയിട്ടില്ല. ഇപ്പോൾ ഒരാളോട് 1 കോടി രൂപ ചിലവാകുമെന്ന് പറഞ്ഞാൽ ഞാനത് 90 ലക്ഷം കൊണ്ട് തീർക്കും, അല്ല 80-ൽ തീർക്കും. 1-10 ആവില്ല.
അതുകൊണ്ടാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഒരാളും എന്നെക്കുറിച്ച് ഇതുവരെ ഒരു മോശം അഭിപ്രായം പറയാനിട വന്നിട്ടില്ല. അതിൻ്റെ കാരണം സത്യസന്ധതയാണ്, അത് പുലർത്തുക. പിന്നെ ഞാൻ നാളെ ഇത് കഴിഞ്ഞാൽ എൻ്റെ ആയിരക്കണക്കിന് പിള്ളേരുടെ മുന്നിൽ പോയി ഇന്ന് പഠിപ്പിക്കേണ്ട ഒരു അധ്യാപകനാണ് എന്ന് നമ്മളെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിയല്ലാത്ത ഒന്നിനും നമ്മൾ പോവാറില്ല. ഞാനിത് പറയാൻ കാരണം സിനിമാ വ്യവസായം പലപ്പോഴും പലരും ഒരു സിനിമ 200-250 സിനിമ ഒരു വർഷം ഉണ്ടായിന്ന് വരും, വർക്ക് നടക്കും, പക്ഷെ ഇതൊന്നും പുറത്തിറങ്ങാറില്ല. കാരണം അവർ അവർക്ക് ബഡ്ജറ്റ് അറിയില്ല, ക്യാമറ എന്താണെന്ന് അറിയില്ല, ക്യാമറമാൻ ആരാണെന്ന് അറിയില്ല, ഇതൊന്നും അറിയില്ല. അങ്ങനെ അറിയാതെ വന്ന് കുറച്ച് പേർ കൂടിയിരുന്ന് ദൂർത്തടിക്കുന്ന ഒരു സംഭവമായി മാറുക. അപ്പോൾ അവർ പറഞ്ഞ പൈസേൻ്റെ ഒക്കെ എത്രയോ കൂടുതലാവും, തീരില്ല. ഒരു സിനിമയെ 4 ദിവസം വർക്ക് ചെയ്തൊരു സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഈ അടുത്തൊരാൾ പറഞ്ഞു 90 ലക്ഷം ചിലവായിരുന്നു. 4 ദിവസം ഷൂട്ട് ചെയ്തത്. എങ്ങനെയാണത് പറ്റുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുള്ളത് കൊണ്ട്, വ്യാജന്മാരുള്ളത് കൊണ്ട് ശരിക്കും സിനിമയെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഗൗരവമായിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സിനിമ ഒരു ദിവസമെങ്കിലും പുറത്തിറങ്ങിയാലേ അയാൾ ഡയറക്ടറാവുള്ളൂ എന്ന് MG സോമേട്ടനാണ് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ ശശിനാസ് റിലീസ് ചെയ്യാൻ വൈകിയ ഒരു സമയമുണ്ടായിരുന്നു, നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടായിട്ട്. അപ്പോൾ സോമേട്ടൻ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, സോമേട്ടൻ ഞാനായിട്ട് നല്ല ബന്ധമായിരുന്നു, അദ്ദേഹം വിളിച്ച് പറഞ്ഞു എന്തുകൊണ്ടാണ് റിലീസ് ചെയ്യാത്തത്. ഞാൻ പറഞ്ഞു സോമേട്ടൻ 2 പാർട്ടിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഏതാണ് എന്ന് തീരുമാനിച്ചിട്ടില്ല, അപ്പോൾ ആരാണെന്ന് എനിക്ക് താല്പര്യം. അപ്പോൾ ഉജാല രാമേന്ദ്രനാണ് അത് എനിക്ക് താല്പര്യം. ഉടനെ തന്നെ സോമേട്ടൻ ഫോൺ ചെയ്യുക, എന്നിട്ട് അത് ഓക്കെ ആക്കിയതിന് ശേഷം എന്നെ വിളിച്ച് പറഞ്ഞൊരു ഉപദേശം, നീ എത്ര പടം ചെയ്തിട്ടും കാര്യമില്ല, ഒരു ദിവസമെങ്കിലും റിലീസ് ചെയ്യണം, എങ്കിലേ നീ ഡയറക്ടർ ആവുള്ളൂ, ഇല്ലെങ്കിൽ ഡയറക്ടർ ആവില്ല. അതും നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, അങ്ങനത്തെ ഒരാളെ പരിചയപ്പെടാൻ തന്നെ പറ്റിയത്. അങ്ങനെയാണ് നമ്മൾ ഈ ശശിനാസ്, പൂനിലാവ്, മിഴി വരെ എത്തിയത്.